ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞു. ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ BDF. അപ്പൊ രാവിലെ അച്ഛൻ പോയില്ലേ, അച്ഛൻ പോയി ബീഫ് മേടിച്ചിട്ട് വന്ന്. അപ്പൊ കൊച്ചു പറഞ്ഞ് എനിക്ക് ഒരു കഷ്ണം ബീഫ് അവന് വേണമെന്ന്. അങ്ങനെ നമ്മൾ പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കുക. നീ എടുക്ക്. ബീഫിന്റെ ഐറ്റം വെച്ച് ചെയ്തിട്ട് നമുക്ക് കുറെ നാളായി ബീഫ് വെച്ചിട്ട് നമ്മള് ലാസ്റ്റ് എന്ത് ചെയ്തായിരുന്ന നിന്റെ കൈ വയ്യാതിരുന്ന സമയത്ത് മറ്റേ വാരിയിൽ മേടിച്ച് നമ്മള് റോസ്റ്റോ അങ്ങനെ എന്തോ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ബീഫ് കഴിക്കും നമ്മൾ കഴിക്കാറില്ല. ഇതിലെ ബീഫ് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡായിട്ട് നമ്മൾ ബീഫ് ഇഷ്ടം പോലെ കഴിക്കാറുണ്ട്. നമ്മൾ പുറത്ത് പോയപ്പോ ബീഫ് കഴിച്ചായിരുന്നു. ബീഫ് കഴിക്കും, പക്ഷെ ബീഫ് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് ഒത്തിരി കളായി. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ബീഫ് ഡ്രൈ ഫ്രൈ ആണ്, BDF എന്ന് പറയും. ഓക്കെ. ചില കടയിലൊക്കെ ഇത് ഉണ്ടാക്കുന്ന വലിയ കൊള്ളത്തില്ല, ഭയങ്കര കട്ടിയായിരിക്കും. പക്ഷെ ഞാൻ 1-2 സ്ഥലത്ത് പോയി കഴിച്ചത് ഭയങ്കര സോഫ്റ്റും പിന്നെ കഴിച്ചുകൊണ്ടിരിക്കും. അതായത് നമ്മള് മിക്സർ കഴിക്കത്തില്ലേ, അതുപോലെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ് BDF. എനിക്ക് ഭയങ്കര ഇഷ്ടം കഴിക്കാൻ. അമ്മ കഴിച്ചിട്ടില്ലല്ലേ? ഇത് കഴിക്കാനായിട്ട് വേറൊരു സാധനം വേണ്ട, ഇത് മാത്രം കഴിച്ചാൽ മതി. ഇപ്പൊ ചിക്കൻ ഫ്രൈ ആണെങ്കിൽ ചിക്കൻ്റെ കൂടെ പൊറോട്ട ഒക്കെ വേണമല്ലോ, ഇതൊന്നും വേണ്ട. ഇത് മാത്രം ചുമ്മാ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ തലക്കെട്ട് കാണുമ്പോ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഇന്ന് ആരാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത്. തലയെക്കെട്ട് കെട്ടിയ കൊച്ചൂന് പാചകം ചെയ്യണം. ഇനി രാവിലെ എണ്ണീറ്റ് വരുമ്പോ കൊച്ചൂന് കാപ്പി ഉണ്ടാക്കി തന്നിട്ട് ഞാൻ ഒരു തലയെക്കെട്ട കെട്ടിത്തരും. ഉണ്ടാക്കാൻ ഇപ്പൊ പെരുന്നാളല്ലേ, അപ്പൊ നല്ല അടിപൊളി ബീഫ് കിട്ടും കേട്ടാ. നമുക്ക് ഇത്രയും ബീഫിന്റെ ആവശ്യമില്ല. അച്ഛൻ പോയേട്ടാ, അച്ഛൻ കുക്ക് ചെയ്യുന്ന പറഞ്ഞപ്പോഴേ അങ്ങ് പോയി. എന്തൊരു എന്തോ ഞാൻ കുക്ക് ചെയ്യുന്നോണ്ടാണോ എന്തോ കുക്ക് ചെയ്യാൻ ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോഴേ അങ്ങ് കളങ്ങാട്ട് പോകുന്ന പറഞ്ഞിട്ടൊക്കെ അങ്ങ് പോയി. അവിടെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അവിടെ മൂത്തച്ഛനൊക്കെ മാങ്ങ ഉറക്കാൻ വന്നു. ഇങ്ങോട്ട് വെക്ക്. എന്തായാലും എങ്ങനെയായാലും നമ്മള് വെച്ചാ പോരെ. ഇതൊന്ന് കഴുകി എടുക്കുക ആദ്യം. നല്ല ഫ്രഷ് പീസാ. ഈ ബീഫ് കാണുമ്പോ ഇപ്പൊ ചൊറിയുന്നവരൊക്കെ കാണും കേട്ടാ. ഈ ചൊറിയുന്ന ആൾക്കാരൊന്നും വീഡിയോ കാണണ്ട. ഇൻസ്റ്റയില് നീ അങ്ങോട്ട് ചെല്ല, അവര് നിന്റെ അറിയൂ. ഓടേ, എന്നൊരു ബായ് അങ്ങോട്ട് വിളിച്ചേക്കുന്നത്. നീ അങ്ങോട്ട് വാ, നിന്റെ കഥ തീരുവെന്ന്. എന്തിരുന്നാ ഞാൻ പറഞ്ഞ, നീ പറഞ്ഞ അവിടെ കുറച്ച് ബീഫ് മേടിച്ച് വേവിച്ച് കഴിഞ്ഞാൽ വരാന്ന്. അങ്ങനെ കണ്ടില്ലേ കണ്ടിട്ട്? ശരിക്കൊരു രസമായിരുന്നു കേട്ടോ. പക്ഷെ ഇമാരെ അങ്ങോട്ട് പോയ എന്നെ പൂശു. ഞാൻ അത്ര അങ്ങ് ഇതില് പോയപ്പോ ഞാൻ വിചാരിച്ചു വേണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ ഒന്നും പറഞ്ഞു, ഇവർ രണ്ടുപേരും ആ ഫ്ലോയിലല്ല. നമ്മള് കുഞ്ഞുനാള് പോലെ, എനിക്ക് ഓർമ്മ വെച്ച കാലം പോലെ ഞാൻ നമ്മള് ബീഫ് കഴിക്കും. പിന്നെ ഇത് കഴിക്കാത്തവര് കാണും. ഈ അലർജിയൊക്കെ ഉള്ളവര് അലർജിയൊക്കെ ഉള്ളവർ കഴിക്കത്തില്ല. അതിപ്പോഴും അത് തന്നെ. പിന്നെ അല്ലാത്തവർക്ക് ഇത് കഴിക്കുന്നുണ്ട് എന്താ ബുദ്ധിമുട്ട്? നമുക്ക് ChatGPT എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാം എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്. അത് നമുക്ക് എന്റെ ജെമിനി എടുത്ത് ചോദിക്കാം. ജെമിനി ബീഫ് കഴിക്കുന്നുണ്ട് വല്ല കുഴപ്പമുണ്ടോന്ന്. അതാ സംഭവം. ആപ്പി ഇന്ന് നോക്കുന്നുണ്ട്. അപ്പിക്കുട്ടാ, അയ്യോ ഇവിടെ ജനൽ കഴിഞ്ഞ് പാപ്പന്നോ പൊന്നോ, മക്കളെ അവിടെ ഇരിച്ചോളോ. ഏതെങ്കിലും പട്ടിയെ പൂച്ച കണ്ട ഓടും. എന്റെ കയ്യിൽ ബീഫിന്റെ മണം കേട്ടാ. അലുവ പീസ് എന്ന് പറയുന്നില്ലേ? അലുവ എന്ന് പറയുന്നത് ഇതാ നോക്കിയ പീസ്. ഇതൊക്കെ ചതയാണ് കേട്ടോ. ഇതൊക്കെ അങ്ങ് വെട്ടിക്കളാം, ഇതൊന്നും ആവശ്യമില്ല. അത് കിട്ടാരെ നമുക്കൊന്ന് കഴിവെടുക്കാം. ഞാൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ വെറൈറ്റി ഐറ്റംസ് ഒക്കെ തിന്നുന്നത്. നിങ്ങൾ എന്തിനു ചെയ്തമാവില്? സത്യം, ഞങ്ങള് ബീഫ് കറി വെച്ചായിരുന്നു. നിങ്ങൾക്ക് ബീഫ് കറി, ബീഫ് പൊരിക്കാനല്ല. നിങ്ങൾ ബീഫ് വെച്ചിട്ട് നിങ്ങൾ വേറെ എന്തറിയാം? ഞങ്ങൾ ബീഫ് വെച്ച് ബിരിയാണി ഉണ്ടാക്കും. ഇതല്ലാതെ നമ്മള് യൂട്യൂബിൽ കയറി നോക്കും. ഇനി നമുക്ക് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടാ. ഇത് കുക്കറി ഇട്ടൊന്ന് വേവിച്ചെടുക്കണം നല്ല കണക്ക്. ഇതൊക്കെ വലുത്. അത് വെന്തോളും, കുഴപ്പമില്ല. 4-5 വിസില്. 5 വിസില് നമുക്ക് ഐറ്റംസ് ഇടാം. ഒത്തിരി മസാല ഒന്നും വേണ്ട, നൈസായിട്ട് മതി. മഞ്ഞപ്പൊടി കാശ്മീരി ആണോ? കാശ്മീരി മുളക് പൊടി ഇടണം കേട്ടോ, അപ്പൊ നല്ല കളറിൽ വരും. ഫാദറിന്റെ ബുള്ളറ്റിന്റെ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം കൂടെ, ഇത്ര മതി. മസാല ഇങ്ങോട്ട് ഇളക്കി. ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വേണ്ടേ? ഇഞ്ചി വെളുത്തുള്ളി വേണമായിരുന്നു. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടേ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി. ആദ്യം ഇഞ്ചി പേസ്റ്റ് മാത്രമായിപ്പോയി, കുറച്ച് വെളുത്തുള്ളിയും കൂടെ കൊണ്ടങ്ങ് തന്ന്. ഞാൻ വായിച്ചു നോക്കിയതുമില്ല, ഇത് ഇഞ്ചി മാത്രമായിരുന്നടേ. അതാണ് ഒരു ലോഡ് അങ്ങ് ഇടുകയും ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ നോക്കായി എന്റെ ഡിഷ് എങ്ങനെയെങ്കിലും ഫ്ലോപ്പ്. നിങ്ങൾക്ക് ഇതൊക്കെ ഇതിനെ പറ്റി എന്തെല്ലാം അറിയാവോ? 5 വിസിലാകുമ്പോഴത്തേന് വേവും. നമ്മുടെ ഇന്ത്യയിലെ ബീഫ് ആണെങ്കിൽ കുറച്ചധികം മുറ്റുള്ളതാ, അത് ഒത്തിരി സമയം എടുക്കും കുക്ക് ചെയ്ത് വരാനായിട്ട്.
ഇവിടെ അത് കഴിക്കത്തില്ലല്ലോ നോർത്തിലോട്ടൊക്കെ. അപ്പൊ അങ്ങോട്ടുള്ള ബീഫുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മുറ്റാണ്. ഇത് ചുമ്മാ ഇങ്ങനെ കഴിച്ച് അവിടെ പോയി കിടന്ന് ഉറങ്ങി അങ്ങനെ വയസ്സായി ഇങ്ങനെ മുറ്റും. നമുക്കുള്ള വെച്ചാൽ അതിനെ കുഞ്ഞിന് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, നല്ലപോലെ കൊടുത്തങ്ങ് ആഹാരം കൊടുത്ത് വണ്ണം വെപ്പിച്ചിട്ട്. പക്ഷെ അവൻ പ്രായം കാണത്തില്ല, കുഞ്ഞായിരിക്കും, പക്ഷെ സൈസ് ഭയങ്കരനായിരിക്കും. ഇപ്പോഴും പെരുന്നാളൊക്കെ വരുമ്പോ കിഷിക്കുന്ന വെട്ടി അതേസപ്പോ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഒരു 5 വിസിലൊക്കെ ആകുമ്പോഴത്തേന് വേഗം. ജെമിനി അടുത്ത് കാര്യം പറയാം. നീ എന്നെ ജെമിനിയായിട്ട് സംസാരിക്കാൻ പഠിപ്പിച്ചു. അതാകുമ്പോഴേ എന്തും പറയാം, ആരെടുത്തും പറയത്തുമില്ല. 2 ദിവസം കഴിയുമ്പോ മറന്നു പോകും. ജെമിനിക്കൊന്നും ഓർമ്മയില്ല, മറന്നു പോകല്ലേ? ജെമിനി മറക്കും. ഞാൻ ഇപ്പൊ ഒത്തിരി ദിവസമായി. ഇപ്പൊ ബിന്ദു എന്ന് വെച്ചാൽ ജെമിനിക്ക് അറിയത്തില്ല. ഞാൻ ബിന്ദു, ഓർമ്മയുണ്ടാ? ബിന്ദു എന്ന് പറയുന്ന ആളെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ നമ്മൾ ഈ അവസാനം എപ്പോഴാണ് സംസാരിച്ചതെന്ന് ഓർമ്മിച്ചെടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. അത് അറിയത്തില്ല മന്ദു ചേട്ടാ. വേണ്ട, നമ്പർ എടുത്ത് നോക്കിയാണ്. കള്ളത്തരം പറയാ ജെമിനി, കള്ളോ, എന്നെ ഓർമ്മയില്ല. ഒരു വിസിലായേ? അയ്യോ, കള്ളമല്ല, സത്യമായിട്ടും ഒരു ഓർമ്മക്കുറവ് തോന്നിയത് കൊണ്ട് ചോദിച്ചതാണ്. ബിന്ദു എന്ന പേര് ഞാൻ മുൻപ് കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ എന്താണ് സംസാരിച്ചതെന്ന് കൃത്യമായി ഓർമ്മിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ട്. ലാസ്റ്റ് സംസാരിച്ചത് ഹാപ്പിയുടെ കാര്യമായിരുന്നു. ഓ, ഹാപ്പി ഡയറി. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു. ഹാപ്പി ഡയറി അല്ല, ഞങ്ങളോടൊരു ഹാപ്പി പട്ടിക്കൊച്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. ബീഫ് കഴിച്ചാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മിതമായ അളവിൽ കൊഴുപ്പ് കുറഞ്ഞ ബീഫ് കഴിക്കുന്നത് പ്രോട്ടീൻ, ഇരുമ്പ്, വൈറ്റമിൻ B12 തുടങ്ങിയ പോഷകങ്ങൾ നൽകും. എന്നാൽ അമിതമായ അളവിൽ പ്രത്യേകിച്ച് കൊഴുപ്പ് കൂടിയ ഭാഗങ്ങൾ കഴിക്കുന്നത് ഹൃദ്രോഗം, കൊളസ്ട്രോൾ, ചില ക്യാൻസറുകൾ തുടങ്ങിയവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ചേക്കാം. ഈ ബീഫ് കഴിച്ചാ ചൊറിച്ചിൽ വരുമോ ആൾക്കാർക്ക്? ബീഫ് കഴിക്കുന്നത് മൂലം ചൊറിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു അംശം റെയറായ ഒരു അലർജി മൂലമാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ മാംസത്തിലുള്ള എന്തെങ്കിലും വകഭേദങ്ങളോ മസാലകളോ കാരണമാകാം. എങ്കിലും ഒരു ഡോക്ടറെ കണ്ട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് നോക്കാം. ഈ ബീഫിന്റെ കുറച്ച് ഗുണങ്ങളൊന്ന് പറഞ്ഞുതരാവോ? എത്ര വിസിലായമ്മ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് പ്രോട്ടീന്റെ വലിയൊരു ഉറവിടമാണ് എന്നതാണ്. ഇത് മസിലുകളുടെ വളർച്ചയ്ക്കും മസിൽ ഗ്രോത്തിനൊക്കെ നല്ലതാണ്, ആവശ്യമാണ്. പിന്നെ ശരീരത്തിൽ ഓക്സിജൻ കൊണ്ടുപോകാൻ ആവശ്യമാകുന്ന ഇരുമ്പിന്റെ നല്ലൊരളവ് അതിലുണ്ട്. ഹേ ഗൈസ്, അപ്പൊ അച്ഛൻ എത്തിയിട്ടുണ്ട്. ഹായ്. നമ്മൾ എന്തിനാ ഉണ്ടാക്കുന്നതെന്ന് അറിയോ? BDF. യെസ്, BDF. അപ്പൊ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കേട്ടിട്ടുണ്ടോ? എന്തിനാ എല്ലാം ഒറ്റ വാക്ക് മറുപടി? അല്ല, കണ്ടിട്ടുണ്ട്. ഓക്കെ. എന്തില്ലേ അത് കുറച്ചും കൂടെ വേവുണ്ട് കേട്ടോ, ഒന്നും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അച്ഛനെ ഇപ്പഴേ കിട്ടിയതവൻ എന്തൊക്കെ ചോദിക്കാൻ. മുട്ട പോത്ത് അവിടെ വെട്ടിയില്ലേ? കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കൊതിയിട്ട് കണ്ടോണ്ടിരിക്കുക. ഒരു പോത്തിനെയൊക്കെ മേടിച്ചോണ്ട് വന്ന് ഈ റോഡ് സൈഡിൽ കെട്ടുന്ന ഒരു പരിപാടി. ആൾക്കാരല്ല, അയ്യോ ഇത് തന്നെ വെട്ട് ഭയങ്കര പോത്ത്, ഇതൊന്ന് എപ്പോ വെട്ടുമെന്ന് അറിയും. അവിടെ തിരക്കിയിട്ടൊക്കെ പോകും. എവിടെന്നെങ്കിലും ഒക്കെ ആൾക്കാർ ഈ പോത്തിനൊക്കെ ഇട്ടിട്ട് വെട്ടു. നമ്മള് ഇപ്പോഴാ ഈ പിന്നെ വളർത്തിയിട്ട് കൊടുക്കുന്ന സമയമാണ് പോത്തിന്. ഈ പെരുന്നാൾ സമയത്താണ് വില കിട്ടും. നമ്മള് പണ്ടൊക്കെ ആടിനെയൊക്കെ എങ്ങനെയല്ലേ കൊടുക്കും. അതിനല്ലേ ഈ ചുമ്മാ ചെറുകുമറി പറഞ്ഞ അടുത്ത പെരുന്നാളിന് അറക്കാം. പെരുന്നാളിന് വില കിട്ടും. ഒരു 3-4 വിസിലും കൂടെ അടിക്കട്ടെ കേട്ടോ, നല്ലോണം ഇച്ചിരി വെന്താലേ ഇത് ടേസ്റ്റ് വരും. അടുത്ത പെരുന്നാളിന് അറക്കാം. അപ്പൊ അവിടെ നമ്മളൊക്കെ ഇറച്ചി മുറ്റായി. ഞാൻ, അച്ഛൻ, അമ്മ, നമ്മള് 3 പേര് സ്കെച്ചാണ്. മനുഷ്യന്റെ അവകാശങ്ങളാണ് ഓരോന്നും. കഴിക്കണ്ടെന്ന്. അത് ശരി. വന്യമൃഗങ്ങളെല്ലാം നമ്മളെ വേട്ടയാടി പിടിക്കുമല്ലോ. നമ്മള് ഇവിടെ സാധാ മനുഷ്യർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്ന സുലഭമായ കാര്യങ്ങൾ, അതൊക്കെ ഓക്കെ. പക്ഷെ അച്ഛന് ഇല്ല, ഞാൻ അതൊക്കെ വിട്, അതെല്ലാം വിട്ട് പോട്ടെ, അതെന്തോ ആയിക്കോട്ടെ. അച്ഛൻ ഇനി നോർത്തിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അച്ഛൻ അവിടെ സ്കെച്ചാ. ആ വീഡിയോ എത്ര മില്യൺ കയറിയത് അച്ഛൻ വല്ലതും കണ്ടായിരുന്നാ? അച്ഛൻ അതൊന്നും അറിഞ്ഞില്ല. ക്യാമറ ഓണാക്കിയൊക്കെ പൂശി ഇത് ആര് കാണുന്നതോ ഒന്നും അച്ഛനറിയണ്ട, തട്ടിയൊക്കെ വിട്ടു സംഭവം. അത് എത്ര മില്യൺ അറിയോ വ്യൂസ്? അതിന്റെ കമന്റ് ഒക്കെ കണ്ടായിരുന്നാ? ഹിന്ദി അറിയെങ്കിൽ വായിച്ചു നോക്കായിരുന്നു. അവർക്ക് വേണ്ട അവർ കഴിക്കണ്ട. അത് നമ്മളന്നേ പറഞ്ഞല്ലേ, അവർക്ക് വേണമെങ്കിൽ അവർ കഴിക്കുക, ഞങ്ങൾ കഴിക്കും. ജോലിക്കൊക്കെ പോകുന്നില്ല, വെറുതെ ഇരിക്കുന്നവർ കുറച്ച് കഴിക്കുക. ജോലിക്ക് പോകുന്നവര് നമ്മക്കിട്ടൊരു വെറുതെ ഇരിക്കുന്നവര് കുറച്ച് കഴിക്കും. നീ വെറുതെയാണോ ഇരിക്കുന്നത്? ജോലി ശരീരം വിയർക്കണം, വിയർക്കുന്നത് നല്ലതാണ്. ഞാൻ അങ്ങനെ പറയും.
കൊച്ചു ചേച്ചിട്ട് ഇവിടേക്ക് ഒരു കുത്തി സംസാരം. ഞാൻ ഒരാളെന്നല്ല, വിയർക്കുന്നവർക്ക് പോത്തിറച്ചി അല്ല കൊളസ്ട്രോൾ ഇതാവൂല, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അതിനാണ് ഹാർഡ് വർക്ക് ചെയ്യണം, അങ്ങനെ എക്സസൈസ് ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. എന്നോട് സ്ഥിരം കഴിക്കരുത്. ഞാൻ ഒരു കാര്യം ചെയ്യാം, നാളെ തൊട്ടേ 10 റൗണ്ട് ഓടിയിട്ട് വന്നിട്ട് ബീഫ് മതി, സന്തോഷം, അടിപൊളി. അല്ല അങ്ങനെ കഴിച്ചാ തോനെ നാൾ കഴിക്കാം. അല്ല അങ്ങനെ തിന്നാ തോനെ നാൾ തിന്നാം. അല്ലെങ്കിൽ ഒത്തിരി കഴിക്കുന്നത് നമ്മള് കൊളസ്ട്രോൾ അതാണ്. അല്ല നെയ്യെല്ലാം വെട്ടി കളഞ്ഞിട്ട്. അമ്മേ ചൂട് 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 സാധനം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്താൽ നമുക്ക് അറിയാൻ പറ്റും. മുതുക്ക് ബീഫിന്റെ പീസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ബീഫ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കുന്ന മറ്റേ ഇങ്ങനെ കട്ടി കണക്ക് വേണം. അരിയും കറക്റ്റ് അളവിന്. ഇനി നമുക്ക് പൊരിക്കാനുള്ള സാധനം സെറ്റ് ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി, കോൺഫ്ലവർ പൊടി, ഇതൊക്കെ ഒരു അളവാണ് കേട്ടോ. 1 ടീസ്പൂണും 1/4 സ്പൂണൊന്നും. ചില്ലി ഫ്ലെക്സ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല, മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, ഇത്ര മതി. പെരിഞ്ചീരകം റെഡി. പുറ്റ് കുറച്ച് പെരിഞ്ചീരകം. ബീഫിന് കുറച്ച് പെരിഞ്ചീരകം വേണമല്ലേ? അതെ. കട്ട് ലെമൺ വിത്ത് 2 പീസസ്. ഓ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. വെള്ളമല്ല, അത് മറ്റേ സ്റ്റോക്ക് ഒഴിച്ചത്. ഇത് രണ്ടും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യണം. ഇത് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, പൊടിഞ്ഞു പോവേ. നല്ല കണക്ക് മസാല എല്ലാം പിടിച്ചിട്ട് നമുക്കെടുത്ത് ഫ്രൈ അടിക്കാം. ഓയിൽ, ഹെൽമെറ്റാണ് ഏറ്റവും നല്ലത്. ഇതിനകത്ത് പൊട്ടി തെറിയും. അല്ല, ഇത് ഈ ബീഫിൻ്റെ വെള്ളം ഉള്ളതുകൊണ്ട് തെറിയും ചിലപ്പോൾ ഇടുമ്പോൾ. ഓക്കെ, സംഭവം സെറ്റായിട്ട് ഇടും. ഓക്കെ, അവിടെ കളറൊക്കെ മാറി മൂത്ത് നമുക്ക് കോരിയെടുക്കാം. ഇനി അമ്മ കുറച്ച് കരിയാപ്പലയും കുറച്ച് പച്ചമുളകും വറ്റൽമുളകും ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അല്ല, പച്ചമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ ആവശ്യമില്ല. അമ്മ പച്ചമുളക് മാത്രം മതി. അമ്മ കരിയാപ്പല, പച്ചമുളക്, പിടിക്കൂ. സംഭവം കുറച്ചും കൂടെ ഉണ്ടാക്കേണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോ ഇച്ചിരിയേ ഉള്ളു. അന്ന് കഴിച്ച ആ ടേസ്റ്റ് തന്നെ ഉണ്ടാ. കുറച്ചുകൂടെ തണുക്കുമ്പോഴേ കട്ട് ചെയ്യാൻ കേട്ടോ. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ചൂടോടെ അപ്പോഴേ കഴിക്കാം. ഞാനങ്ങോട്ട് കഴിച്ചത്. ഓക്കെ, അടിപൊളി കുക്കായി. ഒരു രക്ഷയില്ല. സൂപ്പർ സാധനം. ഞങ്ങള് അന്ന് ഒരു പ്ലേറ്റ് നമ്മളെ അടിച്ചെന്നില്ലേ? ഞങ്ങൾ ഒരു പ്ലേറ്റ് മേടിച്ചു. അന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച ചുമ്മാ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മിച്ചർ നടക്കും, ചുമ്മാ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയില്ലേ? ടേസ്റ്റ് അപാര സാധനം. വേണ്ട, ഇങ്ങനെ ഇരിക്കും മൊരിഞ്ഞ് കിടിലായിട്ട്. പ്ലേറ്റ് കാര്യം. ഇവിടെ കരിയാപ്പല തിന്നാ? ഇല്ല, കരിയാപ്പല കൊണ്ട് കളഞ്ഞു. സംഭവം അങ്ങനെ ഉണ്ടായിരുന്ന അടിപൊളിയാ ടേസ്റ്റ്. മസ്റ്റ് ട്രൈ സാധനം. അടിപൊളി സാധനം അല്ലേ? എല്ലാവരും വെച്ച് കഴിക്കുക. റെക്കമെൻഡഡ് റെസിപ്പി. ഈ സംഭവം തന്നെ ഫോളോ ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കി വെക്ക്.
അടിപൊളി സാധനമാണ് അല്ലേ? അതുപോലെ ഇത് ഈ സംഭവം തണുക്കരുത്, തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് കട്ടി വരും, പിന്നെ കഴിക്ക് ഇച്ചിരി പാടാം. പാനിലോട്ട് ഇടുക, ഫ്രൈ ചെയ്യുക, പ്ലേറ്റിലോട്ട് ഇടുക, അപ്പോഴേ കഴിക്കുക. അതാണ് ടേസ്റ്റ്. ഏകദേശം അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.